ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ ഓയിൽ മസാജ് ചെയ്യുന്നതെന്നും ഹെയർ വാഷ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വെച്ചപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയർ റൊട്ടീനിൽ കൂടുതലും ചെയ്യാറുള്ളത് നല്ലപോലെ കോംബ് ചെയ്യുക. അതാണ് ഞാൻ ഹെയറിന് ഡെയിലി ബേസിസിൽ ചെയ്യാറുള്ള ഒരു കെയർ. അതായത് നമ്മൾ ബെഡിൽ കിടക്കുന്നതിന് മുമ്പായിട്ടും അതുപോലെ രാവിലെ നമ്മൾ മോർണിംഗ് എഴുന്നേറ്റതിന് ശേഷവും നമ്മൾ നല്ലപോലെ ഹെയർ കോംബ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് കോംബ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോംബ് ചെയ്യുമ്പം ടാങ്കിൾസൊക്കെ പോയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് കുറച്ച് സ്കാൽപ്പിന് നല്ലതാണ്. അതായത് സ്കാൽപ്പിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഓയിൽ നമ്മുടെ മുടിയിലും ഒക്കെ ഈവനായിട്ട് സ്പ്രെഡ് ആകുകയും ഒക്കെ ചെയ്യും കോമ്പിങ്. അതുപോലെ തന്നെ നമ്മൾ കോമ്പിങ് ചെയ്യുമ്പം നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്ന പ്രശ്നമുള്ളവർക്ക്, അപ്പം എൻ്റെ സ്കാൽപ്പിൽ നേരത്തെ ഡ്രൈനെസ് നല്ലപോലെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ കരുതിയിരുന്നത് അത് ഡാൻഡ്രഫാണ് എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത് ഡാൻഡ്രഫ് അല്ല, സ്കാൽപ്പ് ഡ്രൈ ആവുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കോംബ് ചെയ്ത് നോക്കുക. കോംബ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഓയിൽ നമുക്ക് ഈവനായിട്ട് സ്പ്രെഡ് ആകുമ്പം ആ ഒരു സ്കാൽപ്പിലെ ഡ്രൈനെസ് മാറും. അപ്പം കോമ്പിങ് ഞാൻ ഡെയിലി ബേസിസിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കോമ്പിങ്. അപ്പോൾ ടാങ്കിൾ ഫ്രീ ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളൊരു പാർട്ടാണ് നല്ലപോലെ മസാജ് ചെയ്യുക. ഹെയറിന് അറിയാലോ, നമ്മുടെ സ്കാൽപ്പ് അതായത് നമുക്കൊരു കുറച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലപോലെ മസാജ് ചെയ്യുക. അതിന് നമ്മുടെ ഓയിൽ മസാജാണ് ചെയ്യുക. ഓയിൽ മസാജ് എന്ന് പറയുമ്പം ഈ ഓയിൽ സ്ഥിരമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ഒരുപാട് വട്ടം ഇങ്ങനെ മാറി 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 പോകാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ നമുക്ക് സ്യൂട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഓയിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലർ കുറച്ച് നാളൊരു ഓയിൽ യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്ത ഓയിൽ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒന്നും നമുക്ക് എഫക്റ്റീവ് ആകാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. സോ ഒരു ഓയിൽ നിങ്ങളെടുത്തിട്ട് ആ ഓയിൽ തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ കൂടുതലും വീട്ടിൽ കാച്ചുന്ന എണ്ണയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പം എന്താണോ ഉള്ളത് കയ്യിൽ, നാട്ടിലാകുമ്പം കുറേ സാധനങ്ങളൊക്കെ ഇട്ടാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ഇതാകുമ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ട് അങ്ങ് എണ്ണയാക്കുകയാണ് ചെയ്യുന്നത്. ആ എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ആകും. അപ്പോൾ കുറച്ചൊന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം അത് സ്കാൽപ്പിലേക്ക് തേച്ച് പിടിപ്പിക്കുക. തേച്ച് നമ്മൾ ആ ഒരു മസാജിങ് ആണ് കൂടുതലും എനിക്ക് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയത്. പിന്നെ എൻ്റെ മുടി കൂടുതലും പൊഴിയാറുള്ളത് ഈ ഫോർഹെഡിൽ നിന്നാണ്. ഫോർഹെഡിൽ നിന്ന് നല്ലപോലെ മുടി പൊഴിയാറുണ്ട്. എനിക്ക് മുടി പൊഴിയുന്നതെല്ലാം ഫോർഹെഡ് ഭാഗത്തു നിന്നാണ്. ബാക്കിൽ നിന്ന് അങ്ങനെ അധികം മുടി പൊഴിച്ചിലില്ല, ഫോർഹെഡിൽ നിന്നാണ് മുടി പൊഴിയുന്നത്. എപ്പോഴും എൻ്റെ നെറ്റി ഇങ്ങനെ കയറി വരും. അപ്പം എനിക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹെയർ കെയർ ചെയ്യുമ്പോഴോ ഓയിലിടുമ്പോഴൊക്കെ ആ ഭാഗത്ത് നല്ലപോലെ ഓയിലിട്ട് മസാജ് ചെയ്യാറുണ്ട്. ആ ഒരു ഭാഗത്ത് എനിക്ക് മുടി കുറവാണ്, ആ ഒരു നെറ്റിയുടെ ഭാഗത്ത് വരുമ്പം. ബാക്കിലോട്ട് നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിലും ഫ്രണ്ടിൽ. അതുപോലെ തന്നെ എൻ്റെ മുടിക്ക് ലെങ്ത് നല്ലപോലെയാണ്, പക്ഷെ ഉള്ളിൽ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നും. അത് നേരത്തെ നല്ല ഉണ്ടായിരുന്നു, നല്ല തിക്ക് ഹെയർ ആയിരുന്നു. പിന്നെ പതുക്കെ അത് കുറഞ്ഞു വന്നതാണ്. ഇപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ ഹെയർ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് മസാജ് ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴും നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ലപോലെ ഉണ്ടാകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഹെയർ മസാജ് ചെയ്യുമ്പം നല്ലതുപോലെ മസാജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഹെയർ സ്പാ ഒക്കെ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു മസാജ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് നമ്മുടെ ഉലുവ വെള്ളമാണ്. ഉലുവ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് നല്ലപോലെ ഫൈനായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുള്ളതാണ്. സ്പ്രേ ബോട്ടിൽ നോക്കണ്ട നിങ്ങൾ, സ്പ്രേ ബോട്ടിൽ ഒരു പഴയ യൂസ്ഡ് ബോട്ടിലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇത് എളുപ്പത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഞാൻ ഉലുവ വെള്ളം നിറച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കപ്പം സ്കാൽപ്പിന് കുറച്ച് നറിഷിങ് ആകുമല്ലോ ഉലുവ ഇട്ടപ്പം. അതുപോലെ തന്നെ എൻ്റെ ഫോർഹെഡിൻ്റെ ഭാഗത്ത് ഹെയർ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് അവിടെയൊക്കെ ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ഹെയർ വരണം. അപ്പം ഈ ഒരു ഉലുവ വെള്ളമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെയറിന് വേണ്ടിയിട്ട്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബേബി ഹെയർസൊക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിയുന്നതും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
ഇപ്പം ഉലുവ അല്ലെങ്കിലും നമുക്കറിയാമല്ലോ, നമുക്ക് ഹെയറിന് ഏറ്റവും ബെസ്റ്റാണ് ഉലുവ വെള്ളം. അപ്പം ഉലുവ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പാക്കായിട്ടൊക്കെ അരച്ചിടുകയാണെങ്കിൽ ഹെയറിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ ഉലുവ അരച്ച് ചേർത്തിട്ട് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യുക. അങ്ങനത്തെ എണ്ണയും നല്ലതാണ്. എനിക്ക് ഉലുവ എപ്പോഴും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും ബെസ്റ്റായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടാവുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് നിങ്ങൾ കൂടുതലായിട്ടും നമുക്ക് ശ്രമിച്ച് നമ്മുടെ ഹെയറിന് റെഡിയാക്കി എടുക്കുക. നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണും ഹെയറിന് നല്ലതാണെന്ന്. അപ്പം നമുക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഈ മസാജിങ് ആണ് എനിക്ക് മുടിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്. ഈ മസാജിങ് പാർട്ട് തന്നെയാണ്. കുറച്ച് റിലാക്സ്ഡായിട്ട് നമുക്ക് എൻ്റെ ഒരു തെറാപ്പിയാണ് ഈ സ്കിൻ കെയർ, ഹെയർ കെയർ എന്നൊക്കെ പറയുന്നത്. അപ്പം കുറച്ച് റിലാക്സ്ഡായിട്ട് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഈ മസാജിങ് പാർട്ട് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. നല്ലപോലെ ടൈം എടുത്ത് തന്നെ മസാജ് ചെയ്യാറുണ്ട്. ആ ഒരു സ്കാൽപ്പ് ഫുള്ള് നല്ലപോലെ മസാജ് ചെയ്യും. അപ്പം അന്നേരം നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കാൽപ്പിനൊക്കെ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മസാജ് ചെയ്യുക. ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കോംബ് ചെയ്യുന്നതും ഏറ്റവും ബെസ്റ്റാണ്. അങ്ങനെ കോംബ് ചെയ്യുമ്പോഴും നമുക്ക് ഹെയറിന് കുറച്ചും കൂടെ നല്ലതായിട്ട് നമ്മുടെ ഹെയർ ഒത്തിരി ഡ്രൈ ആവാണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ആ സ്കാൽപ്പിൽ ഓയിൽ നമ്മുടെ ഹെയറിലോട്ട് എത്തുകയും അപ്പം ഹെയർ ഒത്തിരി ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഹെയറിൻ്റെ കുറച്ച് മാറും. എൻ്റെ ഹെയർ നേരത്തെ നല്ല ഡ്രൈ ആയിരുന്നു. ഇപ്പം അത് കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓയിലൊക്കെ നല്ലപോലെ തേച്ചു. അതിനുശേഷം മുടിയൊക്കെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കടുത്ത ഷാംപൂ വാഷാണ്. അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ വെക്കാതിരിക്കുക. ഒരു 30 മിനിറ്റ്സ് അത് ഇനഫാണ്. 30 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം നമുക്ക് ഷാംപൂ വാഷിങ് ചെയ്യാവുന്നതാണ്. ഷാംപൂ ഇടുക, കണ്ടീഷണർ ഇടുക. അപ്പോൾ ഞാൻ ഇത് നമ്മൾ ഹെയറിൽ നമ്മൾ ഓയിൽ ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ്. ആൽമണ്ട്സ് നല്ലപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബാക്കി എഗ്ഗ്, ചെറുപയർ അതൊക്കെ നമ്മൾ നല്ലപോലെ കഴിക്കുക. ഏറ്റവും മെയിനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അതാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും നല്ലത്. അപ്പം നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ഷാംപൂ, അപ്പം ഈ ഷാമ്പൂവും ഈ കണ്ടീഷണറുമാണ് ഞാനിപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ഷാംപൂ വാഷ് ചെയ്യുക. പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പം തന്നെ നമുക്ക് ടാങ്കിൾസ് അങ്ങനെ വീഴാറില്ല. എനിക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അങ്ങനെ ടാങ്കിൾസ് വീഴുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുടി നല്ല ഷൈനിങ് ആയിട്ടും കിടക്കും. പിന്നെ അതിന് ശേഷം ഹെയർ വാഷൊക്കെ ചെയ്തതിന് വന്നതിന് ശേഷം നമ്മുടെ ഹെയർ സിറം. അപ്പം ഹെയർ സിറം ഞാൻ യൂസ് ചെയ്യുന്നതും ആ ഒരു മുടിക്കൊരു ഷൈനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഷൈനി ആയിട്ട് കിടക്കും. അപ്പം കുളിച്ചിട്ട് വന്നിട്ട് ആ ഒരു ചെറിയ നനവോടുകൂടി തന്നെ ഹെയർ സിറം അങ്ങ് മുടിയിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആയിക്കോളുമല്ലോ. ഹെയറിൽ മാത്രമാണ്, സ്കാൽപ്പിൽ സിറം യൂസ് ചെയ്യാറില്ല. നമ്മൾ ഹെയറിൽ മാത്രമാണ് കൊടുക്കുന്നത് സിറം. അപ്പം ആ ഒരു മുടി കുറച്ച് ഷൈനിയോടുകൂടി കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ സിറം യൂസ് ചെയ്യുന്നത് നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊക്കെ സിറം യൂസ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുക. അപ്പം ഞാൻ കൂടുതലും അങ്ങനെ ഒത്തിരി ഹീറ്റൊന്നും മുടിയിൽ കൊടുക്കാറില്ല. സ്ട്രൈറ്റ്നറും കേളേഴ്സൊക്കെ ആണെങ്കിലും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും അങ്ങനെ ഉള്ളൂ യൂസ് ചെയ്യാറുള്ളൂ. ഒരുപാട് ഹീറ്റ് ഞാനങ്ങനെ മുടിക്ക് കൊടുക്കാറില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.